ഹലോ. കുറെ നാളായല്ലോ കണ്ടിട്ട്. ധ്യാനമോ സഞ്ചാരമോ ഏതായിരുന്നു? ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു, കണ്ടില്ല. നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് കിടക്കും. ഓക്കെ. ഹോസ്റ്റലിലേക്ക് വരുന്നു. വത്സവ്യുണ്ട്. ഇപ്പോഴേതായാലും ഇല്ല. വൈകുന്നേരം മത്സ്യ കാണണമെന്ന് പറയും. എവിടെ വെച്ച്? അത് മത്സ്യക്കറിയാം. വത്സ ലേറ്റായതിൽ സഖി ഇപ്പോ ദേഷ്യപ്പെടുന്നുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ഞാൻ അടുത്ത് തന്നെ വേണം. എനിക്കും രമണി ഇഷ്ടമാണ്. ദേ, പിന്നെ കുഴപ്പമുണ്ടാക്കരുത്. പ്രദീപ് ആയതുകൊണ്ടാ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത്. രമണി ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി മാത്രം. വത്സേ, ഞാൻ പറഞ്ഞതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. നീ എന്താ അങ്ങനെ ആലോചിച്ചത്? എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തായിരുന്നാ മതി. എന്താ എത്രയും താമസിച്ചത്? പ്രദീപിനോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് നല്ല ഫോമിലായിരുന്നു. ഞാനിന്ന് പ്രദീപിനെ കുറെ ചീത്ത പറഞ്ഞു. എന്തിന്? അത് താൻ അറിയണ്ട. രമണി എന്താ ആലോചിക്കുന്നത്? നമുക്ക് പോകാം പ്രദീപ്. കുറച്ചു നേരം കൂടി ഇരിക്കൂ. ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ. പല രാത്രികളിലും ഈ വേലിയേറ്റത്തിലുള്ള സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കവിത എഴുതാൻ പറ്റുമോ? ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പറ്റി ചരമഗീതം എഴുതി സൂക്ഷിക്കുന്ന മഹാകവികളെ കണ്ടിട്ടില്ലേ? അവർക്കിവിടെ വരണം കവിത എഴുതാൻ. എപ്പോഴും പുസ്തകവും പേനയുമായി പുഴയെയും കടലിനെയും നോക്കി കവിത എഴുതുന്ന സിനിമയിലെ കവികളെ കണ്ടിട്ടില്ലേ? അവർക്കും ഇവിടെ സൃഷ്ടി നടത്താം. എനിക്ക് ദുഃഖമാണ് എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ കവികളില്ലേ? അവർക്കും ഇവിടെ വരണം കവിത എഴുതാൻ. നമുക്ക് പോവാം. സമയം ഒരുപാടായി. രമണിക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഞാനങ്ങനെ ആയിക്കൂടാ. എനിക്കത് പാടില്ല. ഈ നിമിഷം നിന്നെ എനിക്ക് എന്റെ കൈകളിൽ ഒതുക്കി നിർത്തണം. ഈ കടലിന്റെ ശബ്ദം കടം വാങ്ങി എനിക്ക് പാടണം. സ്വന്തമാക്കാനല്ല, സ്നേഹിക്കാൻ, സ്നേഹിച്ചു മരിക്കാൻ. പ്രദീപ്, പ്ലീസ് നമുക്ക് പോവാം.
കുട്ടികളുടെ അച്ഛനമ്മ എന്നാ വരിക? ആ, പ്രഭാകരനും സരസ്വതി മലേഷ്യയെ തന്നെ സ്ഥിരതാമസമാക്കിയോ? ഈ സരസ്വതി എങ്ങനെ പിള്ളേരെ കാണാണ്ട് പിരിഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും ഇത്തവണ മലേഷ്യയിൽ തന്നെയാണ് ഓണം. ഈ കുട്ടികൾ എങ്ങനെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ഉള്ളത് 2 പെൺകുട്ടികളാണെന്നുള്ള ഓർമ്മ അവർക്കില്ലാത്തത് എന്താ? എന്ത് കഷ്ടം, ഇവിടെ ശരിക്കും സമ്പാദിക്കുന്നില്ലേ? കാന്തമൃദുല സ്മേര മധുമയലഹരികളിൽ റെഡിമെയ്ഡ് കാപ്പിയോ? അല്ല, കടിക്കാനൊന്നുമില്ലേ? ബിസ്ക്കറ്റ് തരട്ടെ? എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പിയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത്? സാറേ, സ്വല്പം അടിക്കുന്നോ? വേണ്ട. എങ്കിൽ വലിയ സാറ് കഴിക്കും. വേണ്ട.